ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുക. 9:50-ന് ഹരിവരാസനം പാടി 10-ന് നട അടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവലോകന യോഗവും ചേരും. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, മണ്ഡല പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കും 12:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മണ്ഡല പൂജ നടക്കുന്നത്. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം ഈ ഒരു മുഹൂർത്തത്തിലാണ് പൂർത്തിയാക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് കലശം പൂജിച്ച് കളഭ എഴുന്നള്ളത്ത് നടക്കും. തുടർന്നുള്ള പൂജകളുമുണ്ട്. ഈ പൂജകളെല്ലാം 12:30യോടുകൂടി ഈ ഒരു മുഹൂർത്തത്തിൽ, അഭിജിത്ത് മുഹൂർത്തത്തിൽ പൂർത്തിയാക്കും. 41 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ അയ്യപ്പ മന്ത്രധ്വനികൾ മാത്രം ഭവനങ്ങൾ മുഴങ്ങിയ ആ ഒരു തീർത്ഥാടന കാലത്തിന്, മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജയാണ് അല്പസമയത്തിനുള്ളിൽ, 1 മണിക്കൂറിനുള്ളിൽ ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നത്. ഇന്ന് സുഗമമായ തീർത്ഥാടനം സാധ്യമാകുന്ന ദിവസമാണ്. തിരക്കില്ല. ഈ മണിക്കൂറുകളിൽ ഒട്ടും തിരക്കില്ല. രാവിലെ പുലർക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു തിരക്ക് മാത്രമായിരുന്നു ഇന്ന് അനുഭവപ്പെട്ടത്. ഇന്നലെ രാത്രി വൈകിയുമൊക്കെ എത്തിയ തീർത്ഥാടകരുടെ തിരക്ക് പുലർക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 7 മണിക്ക് ശേഷം തിരക്ക് നന്നേ കുറവാണ്. നടപ്പന്തൽ ഭാഗങ്ങളിലും ഒപ്പം ഫ്ലൈ ഓവറുകളിലും ഒന്നും തന്നെ തിരക്കില്ല. സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് 18-ാം പടി തൊഴുത് വണങ്ങി മുകളിലേക്ക് കയറി ഫ്ലൈ ഓവർ കയറാതെ തന്നെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം ഇന്ന് ഉണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് 18-ാം പടി തൊഴുത് വണങ്ങി കയറുന്നതിനുള്ള സാഹചര്യം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു സൗഭാഗ്യം ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. 18-ാം പടിക്ക് താഴെ നടപ്പന്തലിലും വലിയ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഭക്തജനങ്ങൾ അധികം കാത്തു നിൽക്കുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ ക്യൂ മുന്നോട്ട് നീങ്ങുകയായിരുന്നു രാവിലെ മുതൽ തന്നെ. ഇന്ന് നിയന്ത്രണങ്ങളുണ്ട്, അതുകൊണ്ട് കൂടിയാണ് തിരക്ക് കുറവുള്ളത്. 60,000 തീർത്ഥാടകർക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങും കുറച്ചിട്ടുണ്ട്, 5,000 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇന്ന് തിരക്ക് തന്നെ കുറവ് അനുഭവപ്പെടുന്നത്. ഇനി 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള മണ്ഡല പൂജ നടക്കുന്ന സമയത്ത് ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. ഈ അരമണിക്കൂറിന് ശേഷം 12:30-ക്ക് ശേഷമുള്ള സമയത്താണ് ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും ഇനി സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. വലിയ തിരക്ക് ഇപ്പോൾ നിലവിൽ നടപ്പന്തലുകളിലൊന്നും അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ 12:30-ക്ക് ശേഷം, 12-നും 12:30-ക്ക് ശേഷം ഭക്തജനങ്ങളെ പമ്പയിൽ തടഞ്ഞാലും ഇനിയുള്ള മണിക്കൂറുകളിൽ 12:30-ക്ക് ശേഷം ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടുന്ന ആ സമയത്തും കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള സാധ്യത ഇല്ല. വളരെ നേരത്തെ തന്നെ 9:50-ന് ഹരിവരാസനം പാടി നേരത്തെ തന്നെ ഇന്ന് നടയും അടയ്ക്കും. 9:50-നാണ് ഇന്ന് ഹരിവരാസനം. 10 മണിക്ക് നടയടയ്ക്കും. അതോടുകൂടി 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന്, ഈ തവണത്തെ മണ്ഡലകാലത്തിന് സമാപനമാവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ശ്രീകോവിലിന് സമീപത്ത് ഉള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചെറിയ വരി മാത്രമാണ്. ഫ്ലൈ ഓവർ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭക്തർക്ക് ഫ്ലൈ ഓവർ വഴി വരേണ്ട സാഹചര്യമില്ല. ഫ്ലൈ ഓവർ തീർത്തും കാലിയായി കിടക്കുകയാണ്. 18-ാം പടി കയറി നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് എത്താം. ഫ്ലൈ ഓവർ വഴി ചുറ്റേണ്ട ആവശ്യമില്ല. തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം സാധ്യമാവുകയാണ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും. ഫ്ലൈ ഓവർ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ഒരു സാഹചര്യമായിരുന്നു. ഫ്ലൈ ഓവറിലൊന്നും കറങ്ങാതെ തന്നെ ഭക്തജനങ്ങൾക്ക്, ചുറ്റാതെ തന്നെ ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് രാവിലെ മുതൽ എത്താൻ സാധിച്ചു. 7 മണി മുതലുള്ള സമയത്ത് സമാനമായ രീതിയിൽ തന്നെ തിരക്ക് കുറവുള്ള അന്തരീക്ഷമായിരുന്നു സന്നിധാനത്ത് ഉണ്ടായത്. സന്നിധാനത്ത് തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും ഇന്ന് കുറവുണ്ട്. ഇന്നലെയൊക്കെ വളരെ ധാരാളമായിട്ട് ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. ഒപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരുന്ന ഭക്തജനങ്ങളൊക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി ദർശനം പൂർത്തിയാക്കി തമ്പടിക്കുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ തിരക്ക് സന്നിധാനത്ത് കൂടുതലായിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ. നന്നേ തിരക്ക് കുറവ്. ദർശനം പൂർത്തിയാക്കിയവർ വളരെ വേഗത്തിൽ മടങ്ങുന്നുമുണ്ട്. എന്തായാലും ഇനി മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഡിസംബർ 30-ന് നട തുറക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. മണ്ഡല പൂജയ്ക്ക് പരിസമാപ്തി ഇന്ന് ആകുന്നതോടുകൂടി മകരവിളക്ക് ദർശന പുണ്യത്തിന് വേണ്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ് ഇനിയുള്ള നാളുകളിൽ. ശരി മിഥുൻ, ദയവായി തുടരുക. മിഥുനിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട്. ഇപ്പോൾ പമ്പയിൽ നിന്ന് മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, ഇന്ന് ഉച്ചയ്ക്ക് 12-നും 12:30-ന് ഇടയിലും വൈകുന്നേരം 7 മണിക്ക് ശേഷവും പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല. മണ്ഡല പൂജയോട് അനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളാണ്. നിലവിൽ മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങൾ.
തീർച്ചയായും ഈ സമയങ്ങളിൽ, അതായത് മണ്ഡല പൂജ നടക്കുന്ന സമയമാണ് 12 മണി തുടങ്ങി 12:30 വരെയും. അതുവരെ ഭക്തജനങ്ങളെ ഇവിടെ നിന്നും, അതായത് പമ്പയിൽ നിന്നും മുകളിലേക്ക് കയറ്റി വിടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 7 മണി മുതൽ, വൈകിട്ട് 7 മണി മുതൽ ഭക്തർക്ക് പ്രവേശനമില്ല. അതിന് കൃത്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ന് 10 മണിക്ക് തന്നെ ഹരിവരാസനം പാടി നട അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ, അതായത് ഹൈക്കോടതിയുടെയൊക്കെ ഉത്തരവ് പ്രകാരം ഇന്നത്തെയൊക്കെ വെർച്വൽ ക്യൂ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ വെട്ടിക്കുറച്ചിരുന്നു. അതായത് കൃത്യമായും 60,000 അയ്യപ്പ ഭക്തർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനം നടത്താൻ ഇന്ന് ആവുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി മറ്റ് ദീപാരാധനയ്ക്കൊക്കെ ശേഷം രാത്രിയോടുകൂടിയാണ് നട അടയ്ക്കുക. അതിനുശേഷം 30-ാം തീയതി മാത്രമേ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിയോടുകൂടി ഭക്തജനങ്ങളെ പമ്പയിൽ നിന്നും മുകളിലേക്ക് കടത്തിവിടുന്നത് അത് നിർത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കൗണ്ടറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ 1-2 വരിയിലൂടെ മാത്രമാണ് ഇപ്പോൾ ഭക്തർ സന്നിധാനത്തേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും സുഗമമായിട്ടുള്ള ദർശനം ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് സന്നിധാനത്ത് നിന്നും അറിയുവാൻ സാധിക്കുന്നത്. കാരണം തിരക്ക് രാവിലെ മുതൽ തന്നെ കുറവായിരുന്നു. ഇന്ന് മണ്ഡലപൂജയാണ്. ആ ഒരു ദിവസം സാധാരണ വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്ന് ഭക്തരൊക്കെ തന്നെ ഇവിടെ എത്തിയ ശേഷം വേഗം ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരക്ക് വളരെയധികം തന്നെ കുറവാണ്. എന്തായാലും ഈയൊരു മണ്ഡല പൂജാ ദിനം അത് വളരെയധികം ഭക്തിസാന്ദ്രമായി ദർശിക്കുവാൻ വേണ്ടി ഭക്തരൊക്കെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങുന്നവരും ഇവിടെ എത്തി വിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഏതൊക്കെ സമയങ്ങളിലാണ് മുകളിലേക്ക് കടത്തി വിടുക എന്നുള്ള കാര്യം ഈ 2 സമയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 12 മണി മുതൽ 12:30 വരെയും, അതോടൊപ്പം തന്നെ വൈകിട്ട് 7 മണിക്ക് ശേഷവും എന്നുള്ള കാര്യം. എന്തായാലും ഈ 60,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ഇന്ന് സന്നിധാനത്തേക്ക് എത്താമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത എല്ലാവരും ഇവിടെ എത്തി രേഖകൾ കാണിച്ച ശേഷം മുകളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ പുലർച്ചെ 3 മണിക്ക് ഇന്നത്തെയും പോലെ തന്നെ നട തുറന്നു. സന്നിധാനത്ത് മറ്റ് പൂജകളൊക്കെ തന്നെ തുടർന്നു. അതിനുശേഷം നെയ്യഭിഷേകം 3:30 ആരംഭിച്ചു. 11 മണി വരെ നെയ്യഭിഷേകം ഉണ്ടായിരുന്നു. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് ഈ മണ്ഡല പൂജയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം തങ്കയങ്കിയൊക്കെ എത്തിയിരുന്നു. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുണ്ടായിരുന്നു. അത്തരത്തിൽ വിശേഷമായ നാളുകൾ, ഈ മണ്ഡല കാലത്തെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. അത് തന്നെയാണ് ഭക്തജനങ്ങളുടെയും മനസ്സിലൊക്കെയും. കാരണം ഇന്ന് ഈ ഒരു ദിനം എത്തുവാൻ വേണ്ടി നിരവധി പേർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അവരൊക്കെ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എത്തിയവരുമുണ്ട്, രാവിലെ എത്തിയവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന ഭക്തജനങ്ങൾ അവർ ഓരോ കൗണ്ടറുകളിലായി നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ കാണിച്ചുകൊണ്ട് മുകളിലേക്ക് ശബരിമലയിലേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇനി നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച സമയത്ത് അവർ തന്നെ പറയുന്നത് ഈ സമയങ്ങളിൽ മാത്രമുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള തന്നെയാണ്. എന്തായാലും ഭക്തർക്ക് ഇന്ന് സുഗമമായിട്ടുള്ള ദർശനം കിട്ടും, അതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള മറുപടി. ശരി മനോജ്, തുടരുക. മിഥുനിലേക്ക് കൂടി പോവുകയാണ്. മിഥുൻ, ഇന്ന് 9:50 ഹരിവരാസനം പാടി 10 നട അടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിനാണ് സമാപനമാകുന്നത്. പിന്നീട് ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവലോകന യോഗം ചേരും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കും അവലോകന യോഗത്തിൽ പങ്കെടുക്കുക? എന്തെല്ലാം കാര്യങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യുക? രോഹിണി, ദേവസ്വം മന്ത്രി VN വാസവം സന്നിധാനത്ത് രാവിലെ എത്തിയിരുന്നു. ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേരുന്നത്. ശബരിമല ചുമതലയുമായി ബന്ധപ്പെട്ട മകരവിളക്ക് സമയത്ത് ചുമതല അനുഷ്ഠിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന അവലോകന യോഗമാണ് ഇന്ന് നടക്കുന്നത്. ശബരിമല
തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് മഹോത്സവത്തിലേക്ക് കടക്കുമ്പോൾ ഇനി മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടാകും എന്നാണ് നിലവിൽ ഈ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഒരു അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പമ്പയിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം പമ്പയിലും തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ 12 മുതൽ 12:30 വരെയുള്ള സമയത്ത് ഭക്തജനങ്ങളെ പമ്പയിൽ തടഞ്ഞാലും പിന്നീട് അരമണിക്കൂറിന് ശേഷം കടത്തിവിട്ടാലും സന്നിധാനത്ത് ഇപ്പോൾ നിലവിലുള്ള തിരക്ക് ഇല്ലാത്ത അവസ്ഥ അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ് വരും മണിക്കൂറുകളിലും ഉള്ളത്. വരും മണിക്കൂറുകളിലും സുഗമമായ ദർശനം തന്നെ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് സാധ്യമാകും. അധികം വരി നിൽക്കേണ്ടി വരുന്നില്ല, അധിക സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല, നടപ്പന്തലുകളിൽ അധിക സമയം ചെലവഴിക്കേണ്ട സാഹചര്യമില്ല. വളരെ വേഗത്തിൽ ക്യൂ പൂർത്തിയാക്കി 18-ാം പടി കയറി സോപാനത്തിന് സമീപത്തേക്ക് എത്തി ദർശനം പൂർത്തിയാക്കാൻ ഭക്തജനങ്ങൾക്ക്, ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. ഈ മണിക്കൂറുകളിലെല്ലാം 7 മണി മുതൽ ഈ സമയം വരെയുള്ള മണിക്കൂറുകളിൽ അങ്ങനെയാണ് ദർശനം മുന്നോട്ട് പോകുന്നത്. രാവിലെ 7 വരെയുള്ള സമയത്ത് മാത്രമാണ് കുറച്ച് തിരക്ക് കൂടുതൽ അനുഭവപ്പെട്ടത്, ശരാശരി തിരക്ക് അനുഭവപ്പെട്ടത്. മനോജ് പമ്പയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇനി പമ്പയിലും തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വൈകുന്നേരം വരെയുള്ള സമയത്തും തിരക്ക് കുറവായിരിക്കും സന്നിധാനത്തും അനുഭവപ്പെടുക. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം 18-ാം പടി തൊഴുതു വണങ്ങി കയറുന്നതിനുള്ള ആ ഒരു സൗഭാഗ്യം ഇന്ന് ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി 12 മണിയോടുകൂടി കളഭം എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് മണ്ഡലപൂജയുടെ പൂജാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കളഭം എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കലശപൂജ 12 മണിക്ക് തുടങ്ങി 12:05 കളഭം എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് മണ്ഡലപൂജ 12:30 പൂർത്തിയാക്കും. ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ പൂർത്തിയാക്കേണ്ടത്. കണ്ഠരരാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ, തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. 12:30 പൂർത്തിയാക്കുമ്പോൾ ഇത്തവണത്തെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഉച്ചപൂജ. ഉച്ചപൂജ 1 മണിക്ക് പൂർത്തിയാക്കി നട അടയ്ക്കുന്നു. വൈകിട്ട് 3 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. 6:30 പതിവ് പോലെ ദീപാരാധന. പിന്നീട് 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുന്നു. മണ്ഡലകാലത്തിന് സമാപനമാകുന്നു. ശ്രീകോവിലിന് സമീപത്തുള്ള ദൃശ്യങ്ങളാണ്, തിരക്കാണ് നമ്മൾ കാണുന്നത്. അത് തിരക്കുറവാണ്. തിരക്ക് ഭക്തജനങ്ങൾ നേരെ 18-ാം പടി കയറി ശ്രീകോവിലിന് സമീപത്തുള്ള ആ ക്യൂവിലേക്ക്, വരിയിലേക്ക് എത്തുകയാണ്. ഫ്ലൈ ഓവർ ഒന്നും കടക്കേണ്ട സാഹചര്യമില്ല. ഫ്ലൈ ഓവർ കടന്ന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സാഹചര്യമില്ല. നടപ്പന്തലിൽ തിരക്കില്ല. സുഗമമായി അയ്യപ്പസ്വാമിയെ ദർശിച്ച് മടങ്ങുന്ന തീർത്ഥാടകരാണ് ഇന്ന് രാവിലെ മുതൽ ഉള്ളത്. ഇന്നലെ രാത്രിയിലൊക്കെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഇന്ന് ഇല്ല. സുഗമമായ ദർശനം സാധ്യമാകുന്നു. ഇനിയുള്ളത് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പുണ്യ നിമിഷങ്ങളാണ്. ഡിസംബർ 30 നട തുറക്കുന്നു. ജനുവരി 14 അയ്യപ്പസ്വാമിയുടെ മകരജ്യോതി ദർശനം കാണുന്നതിന്, ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. മണ്ഡലകാലത്ത് വലിയ തിരക്ക് അനുഭവപ്പെടും. എല്ലാ തവണയും മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്ത് ആനുപാതികമായും മകരവിളക്ക് കാലത്താണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. അതിനുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ജനൻ TVയോട് പറഞ്ഞത്. ശരി മിഥുൻ. മനോജിലേക്ക്. മനോജ്, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏറെ ഭക്തിയോടുകൂടി കാണേണ്ട ദിവസമാണ്. പക്ഷേ വലിയ രീതിയിൽ തികച്ചും ആസൂത്രിതമായ ഒരു വ്യാജ പ്രചാരണം നടത്തുകയുണ്ടായി. ഇന്ന് സൂര്യഗ്രഹണം ആണെന്നും നട അടച്ചിടും എന്നുള്ള രീതിയിലുമുള്ള വ്യാജ പ്രചരണം ശബരിമലയെ സംബന്ധിച്ചുണ്ടായി. എന്തായാലും ഇത് വ്യാജ പ്രചരണമാണെന്നും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും ജ്യോതിഷ പണ്ഡിതരൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണത്തിനെതിരെ ദേവസ്വം ബോർഡ് സൈബർ സെല്ലിന് പരാതി നൽകിയതായും അറിയുന്നു. എന്തായാലും ഇത് തികച്ചും ഒരു ഗൂഢമായ നീക്കം തന്നെയാണ്, ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് ഇന്നേ ദിവസം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഒരു വ്യാജ പ്രചരണം അത് ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, അതായത് ഡിസംബർ 26-ാം തീയതി, അതായത് ഇന്ന് രാവിലെ 8 മണി മുതൽ 11 മണി വരെ സൂര്യഗ്രഹണം കാരണം നടയടയ്ക്കുമെന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രചാരണം നടത്തിയത്. അത് തന്നെ കൃത്യമായും ഇതിന് മറുപടിയായി ജ്യോതിഷ പണ്ഡിതന്മാർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഇത് ഓൺലൈൻ ബുക്ക് ചെയ്ത
ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ ആശങ്കയ്ക്കിടയാക്കി എന്നുള്ള കാര്യം തന്നെയാണ്. കൃത്യമായും ആസൂത്രിതമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം നിരവധി ഭക്തജനങ്ങളാണ് ഈ മണ്ഡല കാലത്ത് ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ മണ്ഡല പൂജാ ദിവസവുമൊക്കെ നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു സൂര്യഗ്രഹണം നടക്കുന്നു, നട അടയ്ക്കുന്നു എന്നുള്ള അത്തരത്തിലുള്ള വ്യാജമായുള്ള കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു വീഡിയോ ചെയ്തുകൊണ്ട് ആ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഭക്തരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അതിൽ മറ്റൊരു വിശദീകരണമായി വീണ്ടും ഇട്ടത് എന്ന് പറയുന്നത്, അതായത് ഒരു വ്യക്തി അയാളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയത്. അങ്ങനെ ഒരു പ്രചാരണം നടത്തവേ ഒരു വിശദീകരണം എന്ന രീതിയിൽ, അതായത് 5 വർഷം മുൻപ് ചെയ്ത വീഡിയോയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ഈ ഒരു വിശദീകരണം നൽകിയത്. പക്ഷെ അതും വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 2023 മുതലാണ് ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ ഇട്ടു തുടങ്ങിയത്, അപ്ലോഡ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം വന്ന വീഡിയോയാണ്. അതോടൊപ്പം തന്നെ ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ രൂപമാറ്റവും വലുതായി തോന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഈ വീഡിയോ പ്രചരിച്ചു. ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം അത് കൃത്യമായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡ് അടക്കം സൈബർ സെല്ലിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങളിലേക്കാണ് ഈ ദൃശ്യം എത്തിയിട്ടുള്ളത്. ഈ ഒരു വിവരം, ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വിവരം എത്തിയിട്ടുള്ളത് എന്നതാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിൽ സൂര്യഗ്രഹണം നടക്കാൻ ഇടയില്ല എന്നുള്ള കാര്യം അത് ജ്യോതിഷ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം സൂര്യനും ചന്ദ്രനും നേർക്കുനേർ വന്ന് ഈ പകുതി സൂര്യൻ മറയുന്ന അല്ലെങ്കിൽ മുഴുവനായും സൂര്യൻ മറയുന്ന ഒരു സാഹചര്യമാണ് ഈ സൂര്യഗ്രഹണമായി കണക്കാക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം, അത്തരത്തിൽ സൂര്യഗ്രഹണം സംഭവിക്കാൻ ഈ കാലഘട്ടത്തൊന്നും തന്നെ ഒരു സാധ്യതയില്ല. ദൃശ്യമായിട്ടുള്ള സൂര്യഗ്രഹണത്തിന് സാധ്യതയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു പ്രചാരണമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും 8 മണി മുതൽ 11 മണി വരെ നട അടച്ചിടുമെന്നായിരുന്നു ഈ ഒരു പ്രചാരണം നടന്നത്. എന്നാൽ ഇന്ന് സുഗമമായി തന്നെ ശബരിമലയിൽ മറ്റ് പൂജകളെല്ലാം തന്നെ നടന്നിരുന്നു. നെയ്യഭിഷേകം രാവിലെ 3:30 മുതൽ 11 മണി വരെ തുടർന്നിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് പിന്നിലുള്ള ആസൂത്രിത ലക്ഷ്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസും ഇത് സംബന്ധിച്ച് മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡ് സൈബർ സെല്ലിനെ സമീപിച്ചത് കൊണ്ട് തന്നെ എന്തായാലും ഗൗരവമായി തന്നെ ഈ ഒരു വിഷയം എടുക്കണമെന്നുള്ള ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. ശരി മനോജ്, സന്നിധാനം മണ്ഡല പൂജയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. മനോജും മിഥുൻ മുരളിയുമാണ് വിവരങ്ങൾ നൽകിയത്.